Are you ready to master funding and unlock new opportunities? Scan this QR code for details on our exclusive Funding Mastery program and explore more transformative programs on our website. Don't miss your chance to elevate your financial journey and start your path to success. Welcome everyone. നമുക്ക് ഇന്ന് നമ്മൾ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യാൻ പോകുന്ന കേസ് സ്റ്റഡി ഇൻസ്റ്റാകാർട്ടിൻ്റെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള നെയിമാണ്. അവരും തുടങ്ങിയത് US-ലാണ്, സാൻ ഫ്രാൻസിസ്കോയിലാണ്. ഇവർ ചെയ്തത് നമ്മൾ മറ്റൊരു കാര്യമില്ല, ഇവിടെയൊക്കെ നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ആൾക്കാർ ആപ്പിലൂടെ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും ഗ്രോസറി വീട്ടിലെത്തിക്കുക. അതിലവർ ഇപ്പോൾ നമുക്ക് ലീഡർ ഇൻ ഓൺ ഡിമാൻഡ് ഗ്രോസറി ഡെലിവറി 2012 അവർ തുടങ്ങിയത്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും തുടങ്ങിയത് അപൂർവ മേത്തയാണ് തുടക്കം ഇട്ടത്. ആൻഡ് ഷി വാസ് ഇൻസ്പയർഡ് ബൈ ഇൻകൺവീനിയൻസസ്. സാധാരണ ആൾക്കാർക്ക് ഇത് വീട്ടിൽ പോയി പലപ്പോഴും നമ്മൾ തിരക്കുള്ള ഏരിയയിലൊക്കെ നമുക്ക് ഈ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇത് വാങ്ങിച്ച് വണ്ടിയിലോട്ട് കൊണ്ടുവരുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതൊക്കെ ഒരു വലിയൊരു ചടങ്ങാണ്. അപ്പോൾ അതിനെ മനസ്സിലാക്കിയിട്ടാണ് ഈ അപൂർവ മേത്ത ഇത് തുടങ്ങുന്നത്. പ്രത്യേകിച്ച് കാറില്ലാതെ ആൾക്കാർക്ക് ഗ്രോസറി വാങ്ങിക്കാനായിട്ട് പറ്റാത്തൊരു സ്റ്റേജാണ്. വീട്ടിലിതെത്തി കിട്ടുന്ന കൃത്യമായിട്ട് ആ ഒരു സർവീസ് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഗ്രോസറി ഡയറക്റ്റ്ലി ടു ദ കസ്റ്റമേഴ്സ് ഡോർസ്. അപ്പോൾ അതിന് വളരെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് എങ്ങനെയൊക്കെ നമുക്ക് ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റി. അവരുടെ സ്റ്റാർട്ടപ്പ് ഫേസിൽ ഒരു ചെറിയൊരു നെറ്റ്വർക്ക് ഗ്രോസറി വളരെ ക്വിക്കായിട്ട് അപൂർവ വീട്ടിലെത്തിക്കുന്ന രീതി അവർ തുടങ്ങിയത്. അങ്ങനെ തുടങ്ങിയപ്പോൾ തന്നെ അവർക്ക് ആ പ്രോസസ്സ് ശരിക്കും മനസ്സിലായി. അതിന് പിന്നെ അവർ റിഫൈൻ ചെയ്തു, ആപ്പിനെ റിഫൈൻ ചെയ്തു. അപ്പം എന്നിട്ട് വീണ്ടും അവർ നോക്കിയപ്പോഴത്തേക്ക് ഒരു ഏർലി ട്രാക്ഷൻ, പെട്ടെന്നൊരു ഉയർച്ചയുണ്ടായി. അപ്പോൾ കസ്റ്റമേഴ്സിൽ നിന്ന് നല്ല ഒരു അപ്രിസിയേഷൻ കിട്ടി. അപ്പോൾ സർവീസ് വളരെ കൺവീനിയൻ്റായി. എന്നതിന് ശേഷമാണ് അവർ ഫണ്ട് റേസിങ്ങിന് തുടങ്ങുന്നത്. അപ്പോൾ ഇൻസ്റ്റാകാർട്ടിൻ്റെ ഒരു ആദ്യത്തെ ഇതിൽ തന്നെ സെക്വോയ ക്യാപിറ്റൽ തന്നെയാണ് അവിടെയും വന്നത്. അപ്പോൾ അവിടെ നമുക്ക് അഡ്രീസൻ ഹൊറോവിറ്റ്സ് ഇവർ രണ്ടുപേരും രണ്ട് ഫണ്ടേഴ്സാണ് ഇവരെ ആദ്യം സഹായിച്ചത്. സെക്കൻഡ് റൗണ്ടൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഏതാണ്ട് 210 മില്യൺ ഫണ്ട് അവർ ശേഖരിച്ചു. അത് പിന്നീട് ഒരു നാഷണൽ എക്സ്പാൻഷനിലേക്ക് പോയി, ഒരു ടീം ബിൽഡ് ചെയ്യുന്ന എഫർട്ടിലേക്ക് പോയി. ആ ഗ്രോത്ത് ഉണ്ടായി, നല്ലതുപോലെ സ്കെയിലപ്പ് ചെയ്തു. അപ്പോൾ ഇൻസ്റ്റാകാർട്ടിൻ്റെ എക്സ്പാൻഷൻ, അപ്പോൾ നമുക്കിവിടെയും അത് വന്നിട്ടുള്ളത് നമുക്കറിയാം. റാപ്പിഡായിട്ട് പല സിറ്റികളാണ് ഇത് കൂടുതലും. സിറ്റികളിലെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് അപ്പോൾ അവിടെ എല്ലാം ഗ്രോസറി ചെയിൻസുമായിട്ട് ഇവർ പാർട്ട്ണർ ചെയ്തു. അപ്പോൾ ഡെലിവറി വളരെ ക്വാളിറ്റി കൂടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഈ വളരെ പോസിബിളായിട്ടുള്ള ലോജിസ്റ്റിക്സ് അവർ അറേഞ്ച് ചെയ്തു. ഇൻക്രീസിങ് ഡിമാൻഡ്, അച്ചീവിങ് യൂണിക്കോണിലേക്ക് അവർ 2015 ആയപ്പോൾ തന്നെ അവർ യൂണിക്കോണിലേക്ക് പോയി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നീഡാണ്, നമുക്ക് ഒരു അത്യാവശ്യമാണ്. അവർ ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ ഒരു 15 സിറ്റികളിലാണ്. അപ്പോൾ അവർ സിഗ്നിഫിക്കൻറ്റ് മാർക്കറ്റ് ഷെയർ അവർ US-ലെ ഏറ്റവും പ്രധാനപ്പെട്ട 15 സിറ്റികളാണ് പിടിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് ഓർമ്മ വന്നതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ ലാസ്റ്റ് US വിസിറ്റിൽ ഞാൻ വാഷിങ്ടൺ DC-യിൽ Airbnb എന്നൊരു ഫ്ലാറ്റ് എടുത്ത് അവിടെ താമസിക്കാനായിട്ട്. അപ്പോൾ അവിടെ താമസിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഫ്രിഡ്ജ് കൊണ്ട് കുക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, സാധാരണ ഹോട്ടൽ പോലെയല്ല. പക്ഷേ സാധനങ്ങളെല്ലാം വാങ്ങിക്കണം. അപ്പോൾ ഞാൻ അവിടെ താഴെ ഇറങ്ങി വന്ന് ഞാൻ ആൾക്കാരോട് ചോദിച്ചപ്പോൾ എവിടെ ഗ്രോസറി സ്റ്റോർ ഉള്ളത്. അപ്പോൾ ഇവർ പറഞ്ഞ് കുറച്ച് പോയാൽ മതി, ഒരു അല്പം മാത്രം പോയാൽ മതി. അപ്പോൾ അവിടെ നമുക്ക് വേറെ ഇവിടുത്തെ പോലെ ഓട്ടോ എടുക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കാൻ തുടങ്ങി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിൽ കൂടുതൽ നടന്നു. അങ്ങനെയാണ് ഞാൻ ഗ്രോസറി സ്റ്റോർ കണ്ടുപിടിച്ച്. അപ്പോൾ എനിക്കതാണ്ട് ഞാൻ 6 ദിവസമായിരുന്നു അവിടെ ഇതെടുത്തിരുന്നത്. അപ്പോൾ 6 ദിവസത്തേക്കുള്ള കഴിക്കാൻ പറ്റിയ സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചു. ഈ വാങ്ങിച്ചിട്ട് പിന്നെ എൻ്റെ അടുത്ത സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഇത് കയ്യിൽ തൂക്കി പിടിച്ചുകൊണ്ട് ഇത്ര നടന്നു വരിക എന്നുള്ളത്. കൈയൊക്കെ നല്ല വേദന എടുത്തു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പിന്നെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ എന്നെപ്പോലൊരാൾക്ക് അപ്പോൾ വേണ്ട സാധനങ്ങൾ ലിസ്റ്റിൽ നോക്കി ക്രെഡിറ്റ് കാർഡ് വഴി പേ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് അവിടെ വന്ന് കിട്ടും. ഓക്കെ, എത്ര സൗകര്യമാണ്. നമ്മളേതായാലും ബുക്കിംഗ് നടന്നു. അപ്പോൾ ആ സമയത്ത് അത് ഞാനന്ന് ഉപയോഗിക്കാൻ എനിക്ക് തോന്നിയില്ല. ഓക്കെ,
ഇല്ലായിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ടില്ല, ഞാൻ അത്രയും പോകേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ അവിടെ ഇതെല്ലാം കഴിഞ്ഞ് ഒരു കുളിയൊക്കെ കഴിയുമ്പോഴത്തേക്കും സംഭവം. പക്ഷേ US-ലെന്ന് പറഞ്ഞാൽ ഈ ഡെലിവറി സർവീസസ് ഒക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. കാരണം നമ്മൾ ഇവിടുത്തെ വെച്ച് കണക്കൂട്ടുകയാണെങ്കിൽ ഒരു ജോലിക്കാരന് ഏതാണ്ട് 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സാലറി വരും. അവനാണ് വന്ന് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് കോസ്റ്റ്ലി ആകും. പക്ഷേ ഇവർ അതിൻ്റെ ഒരു മാർജിനിൽ വളരെ കൺവീനിയൻ്റ് ആയിട്ട് ചെയ്തു എന്നാണ്. അപ്പോൾ അവരെന്താ ചെയ്തത്, ഈ ഗ്രോസറി ഷോപ്പിംഗ് റവല്യൂഷണലൈസ് ചെയ്തു. അപ്പോൾ അതിലൂടെ ഒരുപാട് ന്യൂ ജോബ്സ് ഒരുപാടുണ്ടാക്കി. അപ്പോൾ പിന്നെ അവർ മുന്നോട്ട് തന്നെ പോയപ്പോഴത്തേക്കും അവരെ ടെക്നോളജി അവർ എൻഹാൻസ് ചെയ്തു, ഡെലിവറി ടൈം കുറച്ചു, ഐറ്റംസ് വളരെ എണ്ണം കൂട്ടാൻ തുടങ്ങി, ബ്രോഡൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഈ അപൂർവ തുടങ്ങി തന്നെ ഒരു അപൂർവമായ സംവിധാനം തന്നെയായിരുന്നു. അപ്പോൾ അവർക്ക് പല ഡൗൺസൊക്കെ വന്നു. പക്ഷേ അതിൽ കൂടെ എല്ലാവരും തുടങ്ങുന്നവർക്ക് ആർക്കും ഈ അപ്പ് മാത്രമില്ല, എല്ലാവർക്കും വരും. പക്ഷേ അവർ ഈ കസ്റ്റമർ സെൻട്രിക് ആയിട്ട് അതിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇരുന്നു. അപ്പോൾ നമുക്ക് തരുന്നവരൊരു അഡ്വൈസ്, ഇനി നമ്മളിതുമാതിരി കാര്യങ്ങൾ ചെയ്യുന്നത് സെറ്റ് ബാക്കുകൾ വരും, റിയൽ പ്രോബ്ലംസ് വരും, പക്ഷേ ലാസ്റ്റ് സക്സസ് വരും എന്നുള്ളതാണ്. കസ്റ്റമറുടെ പെയിൻ പോയിന്റ് എന്തൊക്കെയാണ്? ഇപ്പോൾ എൻ്റെ തന്നെ പെയിൻ ഞാൻ പറഞ്ഞല്ലോ, ഇൻസ്റ്റാകാർട്ട് സോൾവ് ചെയ്തത് ഈ ടൈം പ്രോബ്ലം ആൻഡ് കൺസ്യൂമിങ് ഗ്രോസറി ഷോപ്പിംഗ്. അപ്പോൾ അത് ഓൺ ഡിമാൻഡ് വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക്, ഹോം ഡെലിവറി ആയിട്ട് കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്ക്, അപ്പോൾ തന്നെയല്ല ഈ സ്മോൾ ഗ്രോസറി സ്റ്റോറുകളുടെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവർ പരിഹരിച്ചു. അപ്പോൾ ഡെലിവറി ഓപ്ഷൻസ് വളരെ കൂടി. അതുപോലെ തന്നെ ലാർജർ ചെയിനിലേക്ക് അവർക്ക് അങ്ങനെ കയറാനായിട്ട് പറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത് കൂട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ആക്സസ് ടു വൈഡർ റേഞ്ച് ഓഫ് പ്രോഡക്ട്സ്. അപ്പോൾ കസ്റ്റമേഴ്സിന് എല്ലാ വിധത്തിലുള്ള ഷോപ്പിംഗ് മൾട്ടിപ്പിൾ സ്റ്റോഴ്സിലൂടെ ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ഇവരുടെ ഫണ്ട് റേസിങ് നോക്കുമ്പോൾ അപ്പോൾ ഒരു ക്ലിയർ വെഞ്ചർ ഒരു പ്രൊപ്പോസിഷനാണ് അവർ കൊടുത്തത്. വളരെ കൺവീനിയൻ്റ് ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാവുന്ന ഒരു പ്രസ്ഥാനമായതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് അതിൽ കുറച്ച് ധൈര്യം കൂടി. അവരെ കൊണ്ട് ഇൻവെസ്റ്റേഴ്സിനെ ത്രില്ലടിപ്പിച്ചു. അങ്ങനെ സ്കെയിലബിലിറ്റി ആൻഡ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ ഇതൊക്കെ കൂടി ഭയങ്കര റാപ്പിഡായിട്ടുള്ള എക്സ്പാൻഷൻ ആൻഡ് ഇയർലി യൂസർ അഡോപ്ഷൻ, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള യൂസർ അഡോപ്ഷൻ പെട്ടെന്ന് വന്നു. അപ്പോൾ അങ്ങനെ ഡിമാൻഡ് ഇവരുടെ പുതിയതായിട്ട് വീണ്ടും ചേർന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി. അപ്പോൾ ഇത് നല്ലൊരു ബിസിനസ് മോഡലാക്കി, അത് വളരെ സ്ട്രോങ് ബിസിനസ് മോഡലാക്കി. അതോടൊപ്പം തന്നെ വളരെ സ്ട്രോങ് പാർട്ട്നേഴ്സിനെ അവർ കൂട്ടി, പർട്ടിക്കുലർലി ഗ്രോസറി ചെയിൻസ്. ആ ഗ്രോസറി ചെയിൻസ് ഇങ്ങോട്ട് വന്ന് അവരുടെ കൂടെ ആഡ് ചെയ്യുന്നൊരു, അപ്പോൾ അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് പേർ അവരുടെ കൂടെ കൂടി. അപ്പോൾ അവിടെ അവർ ചെയ്തത് അവരുടെ ഒരു ആന്ത്രപ്രനേഴ്സിന് ഇവരിൽ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുന്നത് സോൾവിങ് എവറിഡേ പ്രോബ്ലംസ്, കസ്റ്റമർ പ്രോബ്ലംസ്. അപ്പോൾ ഈ ഇൻസ്റ്റാകാർട്ടിന് അത് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ കസ്റ്റമർ എത്രമാത്രം പെയിൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നോ, അതുപോലെ തന്നെ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ വീണ്ടും ഡെവലപ്പ് ചെയ്യണം. അതിനുവേണ്ടി വീണ്ടും പാർട്ട്ണർഷിപ്പ് വളരെ ക്വിക്കായിട്ട് സ്കെയിലപ്പ് ചെയ്യാനായിട്ട്, വളരെ എയർലി ട്രാക്ഷൻ, പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അപ്പോൾ റിയൽ വേൾഡ് വാലിഡേഷൻ ആൾക്കാർക്ക് ബോധ്യമാകണം. അപ്പോൾ ഇതൊക്കെ കസ്റ്റമേഴ്സിനെ കണ്ടു കഴിയുമ്പോൾ ബോധ്യമാകുമ്പോഴത്തേക്ക് ഫണ്ടുകൾ അടുത്ത സ്റ്റേജിൽ ഫണ്ടുകൾ വരും. അപ്പോൾ പ്രയോറിറ്റൈസ് കസ്റ്റമർ എക്സ്പീരിയൻസ് ടു എൻഷ്യൂർ റിട്ടൻഷൻ ആൻഡ് ലോങ് ടൈം സക്സസ്. ഇത് നമ്മൾ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഈ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ആദ്യമേ നമുക്ക് കിട്ടുന്നൊരു സീഡ് ഫണ്ടാണ്. US-ലൊക്കെയാണ് ഒരു 1 മില്യണോ 2 മില്യണോ 3 മില്യണോ ആണ്. അപ്പോൾ സീഡ് ഫണ്ട് എടുത്തിട്ട് പൊട്ടിപ്പോകുന്ന കമ്പനികൾ ഒരുപാടുണ്ട്. പക്ഷേ സീഡ് ഫണ്ടിൽ ഒരു നല്ല ട്രാക്ഷൻ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാലാണ് അവരടുത്ത ആദ്യത്തെ A സീരീസ് ഫണ്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് സ്കെയിലപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് ഇൻവെസ്റ്റേഴ്സ് വളരെ വിജിലൻ്റാണ് അടുത്ത സ്റ്റേജ് കൊടുക്കാനായിട്ടും. അപ്പം നിങ്ങൾക്കും ഇതുമാതിരി നിങ്ങളുടെ ഇതിനും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് കഴിയട്ടെ, വലിയ ഫണ്ട് ശേഖരിച്ച് ബിസിനസ് വിജയിക്കാനായിട്ട് കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്.